ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു ഒനിയൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈവനിങ്ങിന് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഒനിയൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒനിയന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് മല്ലിയിലയാണ്. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില എടുത്താൽ മതി. അതേപോലെ തന്നെ 2 മീഡിയം സൈസ് എഗ്ഗ് ഉണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അളവൊക്കെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണ്, റെഡ് ചില്ലി ഫ്ലേക്സ്. അതിനുശേഷം ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ റെഡ് ചില്ലി ഫ്ലേക്സിന് പകരം ഗ്രീൻ ചില്ലി ഉണ്ടെങ്കിൽ അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക എരിവിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുക, ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിൻ്റെ നടുഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിൽ മാത്രം മതി. നമ്മളിത് ചെറുതാക്കിയിട്ട് ഒന്ന് ടോസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഓയിൽ കുറവ് മതി. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗത്തേക്ക് കൂടുതൽ ഒനിയന് വരുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബ്രെഡ് കരിയാണ്ട് നോക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബ്രെഡ് ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓയിലും കുറവ് മതി. അപ്പോൾ നമ്മുടെ ഓരോ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ല രീതിയിൽ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ കഴിക്കാൻ. അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിക്കൻ മസാല ഒക്കെ ചേർത്ത കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി അതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാ ബ്രെഡും ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒനിയൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാവും എല്ലാവർക്കും. ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.